പല ലൊക്കേഷനിലും പല ജീവിത ശൈലിയാണ് അല്ലേ നമ്മൾ പല ലൊക്കേഷനിലും അങ്ങനെ ഈ ലൊക്കേഷനിൽ മാറി അടുത്ത ലൊക്കേഷൻ നമുക്ക് വേണ്ടത്ര ഒരു പരിഗണന അന്നൊക്കെ വേണ്ട പരിഗണന കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു അനുഭവം ഒന്ന് ഓർക്കൂ. പരിഗണന കിട്ടാത്ത സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, പടം ചെയ്യാതെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അവർ പെരുമാറിയെന്ന് പിന്നെ ചിന്തിച്ചിട്ടുണ്ട്? അല്ല, എനിക്ക് എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് പണത്തിനോ ഒന്നും ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല. നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു പരിഗണന ഈ പറഞ്ഞ പോലെ കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സിനിമയ്ക്കൊന്നും വളരെ അപൂർവമായിട്ടേ പൈസ പറഞ്ഞിട്ട് പോവാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഇല്ല എനിക്ക്. റോളുകൾ ചോദിക്കുക പോവുക എന്നല്ലാതെ അല്ലാത്ത ഇതുപോലെ നമുക്ക് കിട്ടേണ്ട പ്രാധാന്യം തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല. അങ്ങനെ പോന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അവിടെ പോയിട്ട് വന്നു കഴിയുമ്പോൾ അതിനകത്ത് വേറെ പ്രധാനപ്പെട്ട കാരണം നമ്മളെ ക്യാരക്ടറാണല്ലോ അവിടെ ചെയ്യേണ്ടത്. അതെ. അപ്പം നമുക്ക് ആ പരിഗണന തരേണ്ട ബാധ്യത അവരാണ്, എന്നാലും നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് സത്യമാണ്. പക്ഷെ നമ്മൾ ഇട്ടിട്ട് വരുമ്പം അവർ പ്രതിസന്ധിയിലാവും. ആയി. പക്ഷെ ആ ഡയറക്ടറുടെ സിനിമ പിന്നെ ഒരിക്കലും എന്നെ വിളിച്ചിട്ടില്ല. അത് എനിക്കും കൂടെ ഞാൻ തെറ്റ് ചെയ്തു അവിടെ, സത്യം പറഞ്ഞാൽ. അപ്പം അവിടുന്ന് ഇറങ്ങാൻ പാടില്ല, നമ്മളത് പറയണം. പക്ഷെ അതെങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്തതുകൊണ്ട് പോന്നിട്ടുണ്ട്. വിനയേട്ടൻ്റെ ലൊക്കേഷനിലായിരുന്നു അത് പോന്നിട്ടുള്ളത്. ഞാൻ പോകുന്നത് ഇപ്പോഴൊന്നല്ല, കുറേ വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അത് ഏത് സിനിമയാണ്? ദിവ്യാവണ്ണി നായികയായിട്ട് അഭിനയിച്ച. മനസ്സിലായി. അത് ആരുടെയും കുറ്റമല്ല സത്യത്തിൽ അവിടെ ഉണ്ടായത്. ഡയറക്ടർ അറിയുന്നില്ലായിരിക്കും. ഡയറക്ടർ അറിഞ്ഞില്ല, അതാണ് എൻ്റെ സത്യം. ഡയറക്ടർ അറിയുന്നില്ല, വിനയൻ സാർ അറിഞ്ഞിട്ടില്ല. ചെറിയ കുട്ടിയാണ് മോൻ, ചെറിയ ആള്, കുഞ്ഞി കുട്ടിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്ക് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ റൂമില്ല, റൂമായിട്ടില്ല. നമ്മളൊരു ആർട്ടിസ്റ്റ് വരുന്ന സമയത്ത് അവർക്ക് അറിയില്ലേ റൂം ഇടണം, റൂമിൽ പോകണം എന്നുള്ളത്. വൈകുന്നേരം റൂമാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് ഭയങ്കര സങ്കടം, എന്താ അങ്ങനെ ചെയ്തതെന്ന്. അപ്പം തന്നെ ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാനപ്പോൾ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. ഞാൻ നേരെ അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നോ? ഷൂട്ടിങ് അപ്പുറത്ത് നടക്കുക. നമ്മൾ അന്നത്തെ ദിവസം എത്തിയിരിക്കുന്നു. പിന്നെ എൻ്റെ ആ സീൻ കഴിഞ്ഞ എൻ്റെ സീനാണ്, അടുത്ത സീനാണ് എൻ്റെത്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ റൂം ഇടണമല്ലോ, ഇത് ഇവരുടെ കുഴപ്പമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് സംഭവിച്ചു എന്നും അറിയില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. അപ്പം നമുക്ക് അതിനേക്കാളൊക്കെ എത്ര പക്വത വന്ന് നമുക്കറിയാം ഷൂട്ടിങ് എന്താണെന്നും എല്ലാം നമുക്കിപ്പോൾ അറിയാം. അന്ന് എനിക്ക് അത്ര സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് ഞാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി, ഞാൻ ചെയ്യാൻ പാടില്ല, വിനയേട്ടനോട് ചെയ്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡയറക്ടർ നമ്മൾ എന്നെ അവഗണിച്ച് അതേപോലെ തന്നെ ഞാൻ ആ ഡയറക്ടറോടും ചെയ്യാന്നുള്ള തോന്നൽ എനിക്ക് വന്നു. അപ്പം ഞാൻ വേഗം നിർത്തിയിട്ട് ഞാൻ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, വിനേട്ടാ, എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ അവിടുന്ന് പോകുന്നത്, പിന്നെ റൂമിലേക്ക് വേണം വിളിക്കാൻ. റൂമിലേക്കാണ് അന്ന് വിളിക്കുന്നത്. അപ്പോൾ റൂമിലേക്കാണ് എനിക്ക് അറിയുന്നില്ല അന്ന് മൊബൈൽ ഉണ്ടോയെന്ന് എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ഞാൻ വിനേട്ടനോട് സംസാരിച്ചു. പിന്നെ അപ്പം എന്നോട് ഏതായാലും പോയില്ലേ, കുഴപ്പമില്ല, വിട്ടേക്കുന്നു. വിനേട്ടനാ നല്ല ആളാ. അമ്പോ, വിനേട്ടൻ പിന്നെ തിരിച്ച് വിളിച്ചില്ല എന്ന് മാത്രമല്ല, വിനേട്ടൻ്റെ പടത്തിൽ ഞാൻ കുറേ നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ശിപ്പായി, ലഹള, വേറെയും പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനയേട്ടൻ എന്നെ വിളിച്ചിട്ടേ ഇല്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം ഞാൻ നേരിട്ട് കണ്ടപ്പോൾ അതൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരിക്കൽ കൂടാം എന്ന് പറഞ്ഞു. പിന്നെ അടുത്തല്ല പിന്നെ മണി വെച്ചിട്ടൊരു സിനിമ ചെയ്തില്ല, അന്ന് തന്നെ അതേ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾ തന്നെ, വിനയേട്ടൻ തന്നെ, ഇതേ ആളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു. പക്ഷേ എനിക്കതിൽ ചെയ്യാൻ പറ്റിയില്ല. അത് പിന്നെ റോള് മാറിപ്പോകുക എന്തോ കാരണം കൊണ്ട് അത് ഉണ്ടായില്ല. വിളിച്ചു അത് മനസ്സിലാക്കി. പിന്നെ ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞാൻ, അതുകൊണ്ടാണ്. പിന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ വിളിച്ചു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അനുഭവമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നമ്മൾ സിനിമ അറിയാം. ഇപ്പൊ അറിയാം നമുക്ക്. അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് ആദ്യം തന്നെ നമുക്കത് തിരിച്ചറിയുന്ന എപ്പോഴാച്ചാല്, ഒരു സീരിയൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു, ആത്മ എന്ന് പറഞ്ഞിട്ട്. PF മാത്യൂസ് ആയിരുന്നു പിന്നെ എഴുതിയത്. ഡയറക്ടർ മോഹൻ കുപ്ലേരി. അതിൽ നരേന്ദ്ര പ്രസാദേട്ടൻ, ലളിത ചേച്ചി, കൽപ്പന, സത്താർക്ക, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കൈരളി വന്ന ഉടനെ അപ്പോഴാണ് ശരിക്കും ഒരു പ്രൊഡ്യൂസറുടെയും ഒരു എല്ലാത്തിൻ്റെയും പ്രശ്നം നമുക്ക് മനസ്സിലാക്കുന്നത്. ചെയ്തതൊക്കെ അതെ. അതിനുശേഷം ഒന്നിനും പരാതി പറയാത്തുള്ള സാധനം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ വളരെ മാറിപ്പോയി അതിന് ശേഷം. അത് അപ്പോഴാ ഇവരൊക്കെ ബുദ്ധിമുട്ട് അപ്പോഴാ ശരിക്കും മനസ്സിലായത്. തീർച്ചയായിട്ടും. മറ്റേ നമ്മൾ അഭിനയിക്കുന്നു, നമ്മൾ പോകുന്നു. അതെ, നമുക്കറിയില്ലല്ലോ ഇത്. നമ്മളെ കാര്യം മാത്രം പറയും പോകും. അപ്പം അത് ഒരു പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മനസ്സിലായി. ഒത്തിരി പൈസ കിട്ടാൻ കാണൂല ആ കാലഘട്ടത്തിൽ. എനിക്ക് ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ട്. അവസാനത്തെ ചെക്ക് മിക്കവാറും കിട്ടില്ല. ചെക്കായിരിക്കുമല്ലോ, അങ്ങോട്ട് കളയും.
പക്ഷെ ആര് നമുക്ക് പൈസ തരാണ്ട് പിന്നെ അവർ നമ്മളെ വിളിക്കില്ല. ആ വേഷവും പോയി, പൈസ ഇല്ല. കറക്റ്റായിട്ട് പൈസ വാങ്ങി മേടിക്കുന്ന ആൾക്കാരെ അവർ പിന്നെ വിളിക്കും. നമ്മളത് വിട്ടുകളയാന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണ്. അന്ന് ഈ സംഘടനകളൊക്കെ അന്നും ഉണ്ടല്ലോ, അന്നും സംഘടനകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 31 വർഷമായി അല്ല അമ്മയുടെ തന്നെ അല്ല, അമ്മ സംഘടന വന്നതിന് ശേഷം വളരെ കുറഞ്ഞില്ലേ അതൊക്കെ? അതാണ് ചോദിച്ചത്. അമ്മ സംഘടന വന്നതിന് ശേഷം ഞങ്ങളൊരു പിന്നെ മദ്രാസിൽ ഒരു സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ദിലീപാണ് അതിൽ മെയിൻ റോള് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് അവസാനം അവരെ പ്രൊഡ്യൂസറുടെ കയ്യിൽ പൈസ ഇല്ലാതെ എന്തോ വന്നു. പൈസ ഇല്ലാതെ വന്നുകൂടി ഇവർ ഞങ്ങളെ പിന്നെ വിട്ടില്ല, ആർട്ടിസ്റ്റുകളെ വിടില്ല എന്നായി. മദ്രാസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മമ്മൂക്കയെ വിളിച്ചു. മമ്മൂക്കയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഞങ്ങളിവിടെ ഇങ്ങനെ കുടിയും കിടക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞു. നമുക്കവിടെ ഒറ്റ കോള് നമ്മളെ കയറ്റി വിട്ടു. അന്ന് പിന്നീട് അങ്ങനത്തെ സംഘടനകൾ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബലമാണ്. സംഘടനകൾ വന്ന സമയത്ത് അതിൻ്റെ ഇതിൽ ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോഴൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല തോന്നുന്നു. ഇപ്പോൾ വളരെ അപൂർവമായിട്ടുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പൈസ കൊടുക്കാത്ത ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ ആരും അങ്ങനെ അങ്ങോട്ട്, കാരണം ഇപ്പൊ കൊടുക്കാതിരുന്നാലും വലിയ വലിയ എമൗണ്ട് ആണ് ഓരോരുത്തർ വാങ്ങുന്നേ. കുറച്ചും കൂടി വിട്ടാലും കുഴപ്പമില്ല, അവർക്ക് കിട്ടേണ്ട കിട്ടിയിട്ട് ബാക്കിയേ. അതെ, വലിയ എമൗണ്ടുകളാണ് എല്ലാവരും വാങ്ങുന്നത്. നമുക്ക് ഇപ്പോഴും പൈസ പറയാറില്ല. അയ്യോ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം എന്നുള്ളൊരു ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും ബുദ്ധിമുട്ട്. ആദ്യ പ്രതിഫലം എത്ര കിട്ടിയ? ആദ്യത്തെ പ്രതിഫലം 2500 രൂപ. 2500 2500 അങ്ങനെ എന്തോ ഒരു ചെറിയൊരു എമൗണ്ട്. അതിന്റെ കൂടെ ഒരു രൂപയും കൂടെ ഉണ്ട്, അങ്ങനെ എന്തോ ആണ്. അങ്ങനെയാണ് തരുന്നല്ലേ, ക്യാഷ് ആയിട്ട്? അതെ, ചെക്കൊന്നുമില്ല, നമുക്ക് ഇതൊന്നുമില്ലല്ലോ, ബാങ്കിയൊന്നും ഇല്ലല്ലോ അന്ന്. അതെ. പിന്നീട് അക്കൗണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു. ഈ കണക്കുകൾ ആരെയാ ബോധിപ്പിക്കുന്നത്? ഇപ്പം നമ്മൾ അന്ന് ചെറുതാണല്ലോ, നമുക്ക് പൈസയുടെ വാല്യൂ എത്രയാന്നും കൂടെ അങ്ങനെ അറിയില്ലാത്ത അന്ന് കൂടെ ആരാണ്? അങ്ങനെ അന്ന് ആയിഷാത്തായിരുന്നു കൂടെ ഉണ്ടായത്. അങ്ങനെ ഒരു കണക്ക് പറയാൻ മാത്രം പൈസ അന്നില്ലല്ലോ, അങ്ങനൊന്നുമില്ല. കണക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഓരോ ലൊക്കേഷനിൽ പോയിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ അന്ന് കോള് ബുക്ക് ചെയ്ത് വിളിക്കണം, ഒരേ ഫോൺ കോൾ വരാനുള്ള പ്രതീക്ഷ ഉണ്ടാകും, നമുക്ക് അടുത്ത സിനിമയ്ക്ക് വിളിക്കാനുള്ള. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാറുണ്ടോ? അങ്ങനെ ഞാൻ ഇരുന്നിട്ടില്ല. ഇല്ല, എനിക്ക് വന്നാൽ പോയി ചെയ്യുന്നല്ലാതെ അങ്ങനെ ഇരിക്കണം ശരിക്കും നമ്മൾ. പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല. തിരക്കായി കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? തിരക്കിലേക്ക് പോയല്ലോ, പിന്നീട് തിരക്കായി തുടങ്ങിയല്ലോ. സിനത്തെന്ന നടിക്ക് പിന്നീട് തിരക്കാണ്, നിൽക്കാൻ പോലും സമയമില്ലാത്ത സമയമുണ്ട്. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്ന ആരായിരുന്നു? ഞാൻ തന്നെ, ഒറ്റയ്ക്ക് തന്നെ. കൂടെ ആളുണ്ടാവും, പക്ഷെ അന്ന് കൂട്ടത്തിൽ ആൾ കൊണ്ടുപോയിരുന്നു. ഒരു സ്ത്രീ ഉണ്ടാവും കൂടെ. പിന്നെ അത് വേണ്ടാച്ചത് പിന്നത്തെ കുട്ടികളൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒരു റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ വരെ പേടിയില്ലൊരു ക്യാരക്ടറായിരുന്നു, ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ലേനയൊക്കെ വന്ന സമയത്ത് ലേനയൊക്കെ ഒറ്റയ്ക്ക് വരുന്നു. അയ്യേ, ഇന്ന് നാണക്കേടാണല്ലോ പിന്നെ നമ്മൾ ഇങ്ങനെ ആളെയും കൂട്ടി പോകുന്നത്. പിന്നെ അന്ന് കൂടെ ആൾക്ക് പൈസയും കൊടുക്കുകയായിരുന്നു കേട്ടോ. അതിപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം അത് നിർത്തലാക്കിയിരുന്നു. ഇപ്പം എനിക്കറിയില്ല, ഇപ്പോഴും പാറ്റ കൊടുക്കുന്നുണ്ടോ? പിന്നെ അതൊക്കെ ഒരു സമയത്ത് നിർത്തലാക്കി. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോവും, ഒറ്റയ്ക്ക് തന്നെ വരും. അന്ന് പേടിയായിരുന്നു. ഹോട്ടലിലൊക്കെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഇനി കൊച്ചു കുട്ടികൾ വരെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മോശമല്ലേ, കൊടുത്തില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.